ഹലോ നമസ്കാരം. നാളത്തെ അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ മഴത്തോരൻ മുൻപയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്കും ഹൈപ്പ് എന്ന ഓപ്ഷനൊക്കെ കൊടുത്തിട്ട് വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ ബാലചന്ദ്രൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയേക്കാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളതെല്ലാവരും കണ്ടതാണ്. ബാലചന്ദ്രൻ തൻ്റെ റൂം ഒഴിവാക്കിയിട്ട് മുകളിൽ ഉള്ള റൂമിലാണ് കിടക്കാനായിട്ട് പോകുന്നത്. അതിനെ വൈജയന്തി ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ വളരെ കർക്കശമായ രീതിയിൽ തന്നെ വൈജയന്തിയുടെ വായടപ്പിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രൻ. ഇവിടെ ഏത് റൂമിൽ ആരൊക്കെ കിടക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ഇതെൻ്റെ വീടാണ്. നിൻ്റെ വീട്ടിൽ നിന്ന്, നിൻ്റെ കൈതക്കൽ മാളിക വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. സ്ത്രീധനമായിട്ടോ പണമായിട്ടോ ഒന്നും ഞാൻ ഒരു രൂപ പോലും ഷെയറായിട്ടോ ഒന്നും ഞാൻ അവിടുന്ന് സഹായമായിട്ട് പോലും ഒന്നും കൈപ്പറ്റിയിട്ടില്ല. ഇത് എൻ്റെ സ്വത്താണ്. അതുകൊണ്ട് ഇവിടെ എന്ത് വേണം, എങ്ങനെ വേണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മുകളിലേക്ക് ബാലചന്ദ്രനെയും കൊണ്ട് കൃഷ്ണമോൾ കയറിപ്പോകുന്നത് കണ്ടാണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. അലീന ആകെ അന്താളിച്ച് പോകട്ടോ, ഇതെന്താ ഇപ്പം സംഭവിക്കുന്നതെന്ന് അറിയാഞ്ഞിട്ട്. അങ്ങനെ റൂമിലെത്തുന്ന സമയത്ത് കൃഷ്ണമോളോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ അനുവാദം കൂടാതെ ഒരാളും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് അവരെ അറിയിച്ചേക്കണം എന്ന് പറയണം. അതുപോലെ തൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരാനായിട്ട് ബാലചന്ദ്രൻ കൃഷ്ണമോളെ ചുമതലപ്പെടുത്തുകയാണ്, താഴത്തെ റൂമിൽ പോയിട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട്. അങ്ങനെ കൃഷ്ണമോൾ താഴേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ ബാലചന്ദ്രൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് താഴെയാണ്. അതായത് വൈജയന്തി അലീനയോട് പോകാൻ പറഞ്ഞേക്കുകയാണല്ലോ, ഇന്ന് തന്നെ പോകാൻ പറഞ്ഞേക്കുകയാണല്ലോ. അപ്പോൾ അലീനയോട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. നീ ഇനി അധികം ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് നിനക്ക് പോകുന്നതാണ് നല്ലത് ഇന്ന് തന്നെ പോകാൻ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചതാണ് മാഡം, ഇനി കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കേണ്ട, ഞാൻ ഇന്ന് തന്നെ പോവുകയാണ് എന്നുള്ള രീതിയിൽ പറയണം. ആ സമയത്താണ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛൻ്റെ എല്ലാ സാധനങ്ങളും മുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. പിന്നെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അലീന ചേച്ചിയാണ് നോക്കേണ്ടത് കേട്ടോ, അലീന ചേച്ചിയോട് നോക്കാനാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ വൈജയന്തി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതിന് അലീന ചേച്ചി ഇവിടെ ഇല്ല, അലീന ഇവിടെ നിന്ന് ഇന്ന് പോവുകയാണ്, ഇനി അലീന ഇവിടെ ഇല്ല എന്ന് പറയട്ടോ. അതൊന്നും എനിക്കറിയത്തില്ല, ചേച്ചി പോവുകയാണോ ഇന്ന്, അച്ഛനെ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഓ, അച്ഛന് അലീന ചേച്ചി നോക്കിയാലേ തൃപ്തി വരുത്തുള്ളൂ ആയിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി വീണ്ടും അവിടെ നിന്ന് ഷൗട്ട് ചെയ്യാനും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയോട് പറയുന്നുണ്ട്, ചേച്ചി അച്ഛന് ഇത്തിരി ചൂടുവെള്ളം വേണമെന്നും പറഞ്ഞു, ചേച്ചി അത് എടുത്തോണ്ട് വാ എന്നൊക്കെ പറയുമ്പോൾ അലീന അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, അവൾ ഇവിടെ നിന്ന് പോവുകയാണ്, ഇനി ഇവിടെ അവളുടെ സേവനം ആവശ്യമില്ല, ഇനി നീ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ ഇങ്ങനെ തമ്മിൽ ഇങ്ങനെ വാഗ്വാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അലീനയെ പറഞ്ഞയക്കാനാണ് വൈജയന്തി തീരുമാനിച്ചേക്കുന്നത്. പക്ഷേ ബാലചന്ദ്രൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. അങ്ങനെ അലീനയോട് പോവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട് വൈജയന്തി. അപ്പോൾ അലീന അതിനെ കുറേ മറുപടി കൊടുത്തിട്ടാട്ടോ പോണത്. വൈജയന്തിയോട് കുറേ കാര്യങ്ങൾ മറുപടി പറഞ്ഞിട്ടാണ് പോകുന്നത്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, മാഡം ഇനി ഒരുപാട് ഒച്ചയെടുക്കാനൊന്നും നിൽക്കണ്ട, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് മാത്രമാണ് എൻ്റെ ചിന്ത. ഞാൻ പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇനി മാഡം ഒച്ചയെടുത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പോകുന്നതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് മനു അകത്തേക്ക് കയറി വരുന്നത്. അത്രയും നേരം മനു അകത്തേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നില്ല. മനു അവിടെ ഒരു ഫോൺ വന്നത് കാരണം പുറത്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ മനു കയറി വരുമ്പോൾ മനു ഇത് കേട്ടോണ്ടാണ്, അലീനയോട് പോകാൻ പറയുന്ന കാര്യം കേട്ടോണ്ടാണ് കയറി വരുന്നത്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്താണ് ഈ പറയുന്നത്, ഇപ്പോഴാണെങ്കിൽ മുത്തശ്ശിക്ക് എഴുന്നേറ്റ് നടക്കാറായിട്ടില്ല, ഇപ്പോൾ അങ്കിളിന് സുഖമില്ല, ഇവരൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ ആയിട്ട് പോകും, പിന്നെ ആൻറ്റി ബാങ്കിലേക്കും പോകും, പിന്നെ അങ്കിളിൻ്റെ മുത്തശ്ശിയുടെ ഒക്കെ കാര്യം ആര് നോക്കും, ഈ സമയത്ത് അലീനെ പറഞ്ഞയക്കാന്ന് വെച്ചാൽ അത് ശരിയായ തീരുമാനമാണോ ആൻറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ശരിയായ തീരുമാനം തന്നെയാണ്, ഇനി ഇവളുടെ സേവനം ഇവിടെ ആവശ്യമില്ല, ഈ നാട്ടിൽ വേറെ ഹോം നേഴ്സിനെ കിട്ടാതിരിക്കത്തൊന്നുമില്ലല്ലോ, നല്ല ഹോം നേഴ്സിനെ തന്നെ ഞാൻ സംഘടിപ്പിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ആൻറ്റി ഇത് പിടിവാശിയാണ്, ഇത്രയും നല്ല രീതിയിൽ മുത്തശ്ശിയെ നോക്കിയത് കൊണ്ടാണ് മുത്തശ്ശി ഇത്രയും പെട്ടെന്ന് ഭേദമായത്, പിന്നെ ആൻറ്റിയുടെ കയ്യിലിരിപ്പോണ്ടല്ലേ മുത്തശ്ശിക്ക് വീണ്ടും കിടക്കേണ്ടി വന്നത്, ഇനിയിപ്പോൾ അങ്കിളിൻ്റെ കാര്യം അതുപോലെ അവതാളത്തിലാക്കാൻ വേണ്ടിയിട്ടാണോ ആൻറ്റി തീരുമാനിച്ചേക്കുന്നത് ചോദിക്കുമ്പോൾ അങ്കിളിൻ്റെ കാര്യം കൂടുതൽ അവതാളത്തിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തേക്കുന്നത്, ഇവളുടെ സേവനം അങ്കിളിന് ഏതായാലും ആവശ്യമില്ല എന്ന് വൈജയന്തി പറയട്ടോ. അപ്പോൾ അതൊരു മുന വെച്ചിട്ടുള്ള ഒരു ഡബിൾ മീനിങ് വെച്ചിട്ടുള്ള സംസാരമായതെന്ന് പെട്ടെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അലീന മനുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആൻറ്റിയുടെ മനസ്സിൽ മുഴുവൻ വിഷമാണ്, ആ വിഷം ആൻറ്റിയും കുട്ടികളും നിൽക്കുന്ന സമയത്ത് തുപ്പരുതിട്ടോ എന്ന് പറയുമ്പോൾ മനു ഇടാ നീ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ച എടുക്കാൻ നിൽക്കുമ്പോൾ ആൻറ്റി പ്ലീസ് ഒച്ച എടുക്കണ്ട, ഇവിടെ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ഈ താഴത്തെ ഈ ബഹളങ്ങളും ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്താ മനു അവിടെ ഇത്രയും ഒച്ചപ്പാടും ബഹളവും എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാൻ മടിച്ച് നിൽക്കണം. അപ്പോൾ കൃഷ്ണമോളാണ് പറയുന്നത്, അച്ഛാ അത് പിന്നെ അലീന ചേച്ചി ഇന്ന് ഇവിടെ നിന്ന് പോവുകയാണെന്ന്. പോവേ എങ്ങോട്ട് പോകുന്ന? അലീന ചേച്ചി അച്ഛൻ വരാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് അച്ഛനോട് പറഞ്ഞിട്ട് പോവാനായിട്ട് എന്ന് പറയാട്ടോ. ഇവിടെ നിന്ന് ഞാൻ പറയാതെ ആരും എങ്ങോട്ടും പോകുന്നില്ല, അലീന ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് പറയുമ്പോൾ വൈജയന്തി അതിന് വീണ്ടും ഒച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെന്താ അലീന ഇവിടുന്ന് പോയാൽ എന്താ കുഴപ്പം? അലീന ഇവിടെ നിന്ന് ഇന്ന് പോവാണ്, അവളുടെ ജോലി അവൾ മതിയാക്കി പോവാണ്, അവൾ തീരുമാനിച്ചതാണല്ലോ, പിന്നെ എന്തിനാണ് താല്പര്യമില്ലാത്ത ആൾക്കാരെ ഇവിടെ പിടിച്ചു നിർത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ താല്പര്യക്കേടൊക്കെ അവിടെ നിൽക്കട്ടെ, തൽക്കാലം അലീന ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ വൈജയന്തി വീണ്ടും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, ആൻറ്റി പ്ലീസ്, ഇപ്പോൾ അങ്കിളിനോട് വെറുതെ ഒച്ചെടുത്ത് ബഹളം വെച്ച് സംസാരിക്കാൻ നിൽക്കുമ്പോൾ അങ്കിൾ വീണ്ടും ടെമ്പർ കൂടി വീണ്ടും ശബ്ദം ഉയർത്തി സംസാരിക്കും, അത് അങ്കിളിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുമ്പോൾ, എന്താണ് മനു നീ പറയുന്നത്? ഞാനിവിടെ ഇവള് തന്നെ പോവാൻ നിന്നതല്ലേ, പിന്നെ എന്തിനാണ് ഇവളെ പിടിച്ചു വെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ എങ്ങനെ പോവാൻ നിന്നതാണ്? ആൻറ്റി പറഞ്ഞ് വിട്ടതല്ലേ, ആൻറ്റി തന്നെയല്ലേ അവളെ കുത്തിത്തിരിച്ച് വിടുന്നത്, ഇവിടുന്ന് പൊക്കോളണം എന്ന് പറഞ്ഞിട്ട് എന്ന് പറയണം. ആ സമയത്ത് വൈജയന്തി ദേഷ്യത്തോട് കൂടിയിട്ട് അലീനയെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം മനു എല്ലാം മനസ്സിലാക്കി എന്നുള്ളത് അലീന പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നത്, എന്താണെങ്കിലും അവൾ പോവാൻ തീരുമാനിച്ചില്ല, ഇനി അവൾ പൊക്കോട്ടെ, എന്തിനാ മനു നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇനി കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ അവിടെ നിന്ന് വീണ്ടും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു എൻ്റെ അനുവാദം കൂടാതെ ഇവിടെ നിന്ന് ആരും പോകുന്നില്ല, അലീന എപ്പോൾ പോകണം പോവണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, ഞാനും മനുവും കൂടിയിട്ടാണ് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, ഞാനാണ് അവൾക്ക് ശമ്പളം കൊടുത്ത് ഇവിടെ നിർത്തിയേക്കുന്നത്, അതുകൊണ്ട് അവൾ എപ്പോൾ പോകണം എപ്പം പോവണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്, വേറെ ആരും അതിൽ ഇടപെടാൻ നിൽക്കണ്ട എന്ന് പറയണം. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, അലീന ഇനി മുതൽ നീ അമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, എൻ്റെ കാര്യങ്ങൾ കൂടി നീയാണ് നോക്കേണ്ടത്, നീ മാത്രമാണ് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഈ റൂമിലേക്ക് വരാൻ പാടുള്ളൂ, ഞാൻ പറയാത്ത ഒരാളും എൻ്റെ റൂമിലേക്ക് കയറി വരുന്നത് എനിക്കിഷ്ടമല്ല എന്ന് ബാലചന്ദ്രൻ പറയട്ടോ. അത് കേട്ടിട്ട് വൈജയന്തി ഭയങ്കര ദേഷ്യത്തോടെ ബാലചന്ദ്രനെ അതുപോലെ അലീനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുക കേട്ടോ. അലീന എന്ത് പറയണമെന്നറിയാതെ അത് സാർ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ നിൽക്കുക കേട്ടോ. ഒന്നും ഇങ്ങോട്ടേക്ക് പറയണ്ട, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നീ ഒന്ന് മുകളിലേക്ക് ഇങ്ങോട്ടേക്ക് വാ, വേറെ ആരും വരണ്ട എന്ന് പറയണം. അപ്പോൾ അലീന മടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അലീനയെ തനിച്ച് മുകളിലേക്ക് പറഞ്ഞയക്കാൻ താല്പര്യമില്ല വൈജയന്തിക്ക്. അപ്പോൾ എന്താണെങ്കിലും ബബിതയോട് പറയുന്നുണ്ട്, ബബിത നീ കൂടി ചെല്ല്, അങ്ങനെ ഇപ്പോൾ തനിച്ച് അലീനയോട് എന്താണ് ഇപ്പോൾ ഇത്ര പറയാനുള്ളതെന്ന് അറിയണമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ബബിതയും കൂടി അലീനയുടെ കൂടെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ വീണ്ടും ബാലചന്ദ്രൻ അവിടെ നിന്ന് ഒച്ചയെടുക്കുന്നുണ്ട്. അലീന മാത്രം ഇങ്ങോട്ടേക്ക് കയറി വന്നാൽ മതി, ബബിത ഇപ്പോൾ കയറി വരണ്ട എന്ന് തന്നെ പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ അതിനും വൈജയന്തി ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ ഉള്ളത് അലീനയോടാണ്, അപ്പോൾ അലീന മാത്രം കയറി വന്നാൽ മതി, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം എൻ്റെ ഉള്ളിൽ 5 പേരാണുള്ളത്, ഒരു ഡോക്ടറുണ്ട്, ഒരു വക്കീലുണ്ട്, ഒരു പോലീസുകാരനുണ്ട്, ഒരു ജഡ്ജുണ്ട്, അത് പിന്നെ ബാലചന്ദ്രൻ എന്ന ഈ സാധാ പച്ച മനുഷ്യനുമുണ്ട്, ഈ 5 പേരും എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും അന്വേഷിക്കാനും പറയാനും വിധി നിർണ്ണയിക്കാനും എല്ലാം എനിക്കുണ്ട്, എല്ലാം ഞാൻ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം എല്ലാവരും അനുസരിച്ചാൽ മതി, ബബിതയോട് താഴേക്ക് ഇറങ്ങി ചെല്ലാൻ പറയണം. അങ്ങനെ അലീനയോട് മാത്രം മുകളിലേക്ക് കയറി ചെല്ലാൻ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അതിനു മുൻപ് തന്നെ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയതാണ്, അതായത് വൈജയന്തി അലീനയോട് ഇങ്ങനെ പോകാൻ പറയുന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇനി മാഡം ഒരുപാട് കിടന്ന് തുള്ളണ്ട, ഞാൻ പോകാൻ തീരുമാനിച്ചു എന്നൊക്കെ പറയുമ്പോൾ, മാഡം എന്തുകൊണ്ടാണ് എന്നെ പറഞ്ഞയക്കാൻ ധൃതി കാണിക്കുന്നത് എന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ കുറേ നാളായല്ലോ അറിയാമെന്ന് പറയാൻ തുടങ്ങിയിട്ട്, നിനക്ക് എന്താടി അറിയാവുന്നത് നീ പറ എന്ന് പറയുമ്പോൾ അലീന എല്ലാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ വൈജയന്തി ആകെ ഷോക്കായി പോവാണ്, എല്ലാം അറിയാവുന്നു, നീ അറിയാവുന്നത് പറയടി, നിനക്ക് എന്താണ് അറിയാവുന്നത് പറ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ, എനിക്കറിയാവുന്നത് ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മാഡം ഇവിടെ നിൽക്കത്തില്ല, അതുകൊണ്ട് എന്നെക്കൊണ്ട് അത് കൂടുതൽ പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അലീന നല്ല ഉറച്ച ശബ്ദത്തിൽ തന്നെ വൈജയന്തിയോട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അലീന. അങ്ങനെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്ന സമയത്ത് വളരെ മടിച്ചാണ് അലീന അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് കേട്ടോ.
അങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് അലീനയോട് പറയുന്നുണ്ട് ആ ഡോർ അടക്കി എന്ന് പറയാണ്. അപ്പോൾ അലീന ആകെ എന്താ ഇപ്പോൾ എന്നിങ്ങനെ വിചാരിക്കണം. പക്ഷേ ബാലചന്ദ്രൻ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് അവൾക്ക് ഒരു വിശ്വാസക്കുറവുമില്ല. പക്ഷേ എന്തിനായിരിക്കാം, അത്രയ്ക്കും പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം ഉണ്ടായിരിക്കുമല്ലോ, അതായിരിക്കുമല്ലോ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ അലീന ഡോർ അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് എന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടന്നപ്പോൾ അതിനു വേണ്ട സഹായങ്ങളൊക്കെ നൽകി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് നീയാണ്. അതിന് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയണം. അയ്യോ സാർ എന്നോട് നന്ദി പറയാനോ, എന്നോട് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറയണം. അപ്പോൾ ഇനി നീ എന്താണ് നിൻ്റെ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പോവുകയാണ് സാർ, ഇനി എനിക്ക് പറ്റത്തില്ല, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, സാർ എന്നെ പോവാൻ അനുവദിക്കണം എന്ന് പറയുമ്പോൾ, ആ ശരി ഞാൻ അനുവദിക്കാം, പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങളിൽ നീ മറുപടി തരണം, അതിനുശേഷം നിനക്ക് പോകാം എന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല സാർ, ഇനി എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്ന് പറയാണ്. അതെന്താ ശരിയാവാത്തതെന്ന് ചോദിക്കുമ്പോൾ, സാറിന് അറിയാലോ മാഡത്തിന് എന്നെ ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് ഇനി ഞാനിവിടെ നിൽക്കുമ്പോൾ പ്രോബ്ലംസ് കൂടത്തേ ഉള്ളൂ. ഇപ്പം തന്നെ കണ്ടില്ലേ, സാറിനെ വെച്ച് വരെ ഓരോന്ന് ആ കുട്ടികൾ നിൽക്കെ വരെ പറയാൻ തുടങ്ങി. അപ്പോൾ അതൊന്നും എനിക്ക് കേട്ട് നിൽക്കാൻ കഴിയില്ല, കാരണം ഞാൻ സാറിനെ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. അതുകൊണ്ട് ഇനി എനിക്ക് അങ്ങനെ ഒരു അപവാദം കൂടി കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പോവാൻ തീരുമാനിച്ചു എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരി നീ പൊക്കോ, ഒരു കുഴപ്പമില്ല, നീ പൊക്കോ, നിനക്ക് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ നീ പൊക്കോ, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞിട്ട് നിനക്ക് പോകാം എന്ന് പറയണം. അപ്പോൾ ആകെ അതിശയിച്ച് ഇങ്ങനെ അമ്പരന്ന് ഇങ്ങനെ നോക്കുകയാണ് ബാലചന്ദ്രൻ അലീനട്ട. എന്തായിരിക്കാം സാറിന് ചോദിക്കാനുള്ളത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ പറഞ്ഞല്ലോ എന്നെ അച്ഛനായിട്ടാണ് കാണുന്നത്, എന്നെ അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നത് എന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിക്കണം. അതേ സാർ, ഞാൻ സാറിനെ എൻ്റെ സ്വന്തം അച്ഛനായിട്ട് തന്നെയാണ്, എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ കാണുന്നത് എന്ന് പറയണം. അപ്പോൾ വൈജയെ നീ അമ്മയുടെ സ്ഥാനത്തല്ലേ കാണുന്നത്, നിൻ്റെ അമ്മയുടെ സ്ഥാനത്തല്ലേ വൈജയെ കാണുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യം കേട്ടപ്പോൾ അലീന ആകെ പകച്ചു പോവാണ്. സാർ എന്താ ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത് എന്ന് വിചാരിച്ചിട്ടോ. പറ, നീ ഉത്തരം പറ, നീ നിൻ്റെ അമ്മയുടെ സ്ഥാനത്തല്ലേ വൈജയന്തിയെ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെ സാർ എന്ന് പറയണം. അപ്പോൾ കൃഷ്ണമോളെയും ബബിതയും രോഹിത്തിനെയും ഒക്കെ നീ നിൻ്റെ സഹോദരങ്ങളുടെ സ്ഥാനത്തല്ലേ കാണുന്നത്? ഇത് വീണ്ടും ഇങ്ങനെ എടുത്തു വെച്ച് ചോദിക്കുമ്പോൾ അലീനയ്ക്ക് ഇങ്ങനെ എന്തോ ഇതിലൊരു പന്തികേട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സാർ, എൻ്റെ സ്വന്തം അനുജിത്തിമാരായിട്ടാണ് ബബിതയും കൃഷ്ണയും ഞാൻ കാണുന്നത്, എൻ്റെ സ്വന്തം അനുജനായിട്ടാണ് രോഹിത്തിനെയും ഞാൻ കാണുന്നത്, അതിലൊരു മാറ്റവും ഇല്ല. അങ്ങനെ കാണുന്നത് കൊണ്ടാണ് അവർക്ക് നല്ലത് വരണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടാണ് അവരെ ഓരോ തെറ്റിൽ നിന്നും ഞാൻ പിന്തിരിപ്പിക്കാൻ നോക്കുന്നത്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല സാർ അവരെ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്, ശരി അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് മറ്റൊരു കാര്യം സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ആകെ അതിശയിച്ച് ഇങ്ങനെ നോക്കുകയാണ്. നീ ഇപ്പോൾ പറഞ്ഞല്ലോ നിൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് വൈജയന്തിയെ കാണുന്നത്, നിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് എന്നെ കാണുന്നതെന്ന്. അത് ശരിക്കും നിൻ്റെ സ്വന്തം അമ്മയായതുകൊണ്ട് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന ആകെ പകച്ചു പോവാട്ടോ. സാർ എന്താ പറയുന്നത്? നിൻ്റെ അമ്മയെ കാണാനും അമ്മയുടെ കൂടെ ജീവിക്കാനുമുള്ള കൊതി കൊണ്ടല്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നത്? വൈജ നിൻ്റെ അമ്മയല്ലേ എന്ന് ചോദിക്കണം, നിന്നെ പ്രസവിച്ച നിൻ്റെ സ്വന്തം അമ്മയല്ലേ എന്ന് ചോദിക്കണം. ആ ചോദ്യം കേട്ടതും അലീന ആകെ അമ്പരന്ന് ആകെ എന്താ ഇപ്പോൾ ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കട്ടോ. സാർ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ മറുപടി പോലും കിട്ടാതെ അലീന ഇങ്ങനെ ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോൾ, പറ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ എന്ന് പറയുന്നു. സാർ എന്തൊക്കെ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് എങ്ങനെയൊക്കെയോ പറഞ്ഞു ഒപ്പിക്കുകയാണ്. നിനക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്നോ? എല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് നടിക്കില്ലേ അലീന? എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്നോട് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ, എന്നോട് കള്ളം പറയരുത്, കാരണം കള്ളം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്ന് പറയാണ്. അപ്പോൾ അലീന ഇങ്ങനെ ഒന്നും പറയാതെ നിൽക്കുമ്പോൾ, ഞാൻ വേണമെങ്കിൽ തെളിവ് നിനക്ക് അങ്ങോട്ടേക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ്റെ ഫോൺ എടുത്തിട്ട്, അപ്പോൾ അതിൻ്റെ മുൻപേ തന്നെ ബാലചന്ദ്രൻ്റെ സാധനങ്ങളൊക്കെ റൂമിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണയും കുറച്ച് സാധനങ്ങൾ, ഫോണും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫോണിൽ ഇങ്ങനെ ആ വോയിസ് ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുകയാണ്, രേവതിക്കുട്ടി പറഞ്ഞ വോയിസ് ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് കേട്ടതും അലീന ഞെട്ടിത്തരിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ സാർ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി, എല്ലാം അറിഞ്ഞു, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് തിരിച്ചറിയട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ വിചാരിച്ചേക്കുന്നത് 2 ദിവസം ഞാൻ എവിടെ പോയിരിക്കുകയായിരുന്നു, എനിക്ക് എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വന്നത് എന്നുള്ളതിനൊന്നും ഒരു ഉത്തരം ആർക്കും അറിയില്ല. പക്ഷേ ഇന്ന് നിനക്ക് മാത്രം അതറിയാൻ പോവുകയാണ്. ഈ 2 ദിവസം ഞാൻ എവിടെയായിരുന്നു എന്നല്ലേ? ഈ 2 ദിവസം ഞാൻ നീലഗിരിയിലായിരുന്നു. ഈ
വോയിസ് ക്ലിപ്പിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് ഞാൻ പോയതായിരുന്നു അവിടെയുള്ള വൈജയന്തിയുടെ മൂത്ത ജ്യേഷ്ഠനായ ഗംഗാധരൻ്റെയും മാലതിയുടെ അടുത്ത് നിന്ന്. അപ്പോൾ അലീന ഇങ്ങനെ ആകെ പകച്ച് നിൽക്കണം. അപ്പോൾ അവരിവിടെ വന്നത് ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് അവരിവിടെ വന്നത്. അപ്പോൾ എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവരുടെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും അവരോട് പറഞ്ഞിട്ടില്ല ആ പെൺകുട്ടി നീയാണെന്ന്. ഞാൻ അവരെ ഒരിക്കലും അറിയിച്ചിട്ടില്ല. ഞാനത് ആരെയും അറിയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അവർക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷയാണ്. വൈജയന്തിയോട് ഒരിക്കലും ഞാൻ ഈ സത്യം പറയാൻ പോകുന്നില്ല. വൈജയന്തിക്ക് ഞാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് അത്. അവൾ സ്വന്തം മകളെ അമ്മ തിരിച്ചറിയാതെ ഇരിക്കുക എന്നുള്ളത്. ഇനി നിനക്ക് വേണമെങ്കിൽ പറയാം, നീ ചിന്തിച്ചിരുന്നത് ഞാൻ ഈ വിവരം അറിയുമ്പോൾ ഈ കുടുംബം തകർന്നു പോകുമെന്നല്ലേ. പക്ഷേ ഈ കുടുംബം തകർന്ന് തരിപ്പണമായിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ അതിന് പൂർണ്ണ സമാപ്തിയായി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ പറയാം, നിനക്ക് നിൻ്റെ അമ്മയെ കിട്ടും, നിൻ്റെ സഹോദരങ്ങളെ കിട്ടും. പക്ഷേ അവിടെ ഒരാളെ നഷ്ടപ്പെടും, എൻ്റെ മക്കൾക്ക് അവരുടെ അച്ഛനെ നഷ്ടപ്പെടും എന്ന് പറയണം. അപ്പോൾ ഈ സത്യം ഒരിക്കലും വൈജയന്തി അറിയരുത് എന്നുള്ളൊരു വാണിംഗ് കൊടുക്കുകയാണ് അലീനയ്ക്ക്. അലീന ഇതെല്ലാം കൂടി കേട്ടിട്ട് പൊട്ടിക്കറിയാട്ടോ. രേവതിക്കുട്ടിയുടെ ആ വോയിസും കൂടെ എല്ലാം കേൾപ്പിച്ചിട്ട് പൊട്ടിക്കറിയാണ്. എന്നിട്ട് ലാസ്റ്റ് അലീനയെ ചേർത്ത് പിടിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. സാരമില്ല പോട്ടെ, ഇപ്പോൾ എനിക്ക് നിന്നോട് ദേഷ്യമോ ഒന്നുമില്ല. നീ എല്ലാം അറിഞ്ഞു വെച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അതിനുള്ളിൽ നീ ഒരു തെറ്റുകാരിയല്ല. നീ ചെയ്ത തെറ്റെന്ന് വെച്ചാൽ എല്ലാ സത്യങ്ങളും അറിഞ്ഞു വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു എന്നുള്ളതാണ്. അതിനും കാരണക്കാരായത് വൈജയന്തിയുടെ അച്ഛൻ കുഞ്ഞിരാമൻ മേനോനാണ്, കൈതക്കൽ കുഞ്ഞിരാമൻ മേനോനാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല. ഒരു പെൺകുട്ടി ആരുമില്ലാതാകുമ്പോൾ ഇനി എവിടെ എന്നിങ്ങനെ ജീവിക്കുമെന്നറിയാതെ നട്ടം തിരിയുന്ന ഒരു അവസ്ഥയിലാണ് നീ നിൽക്കുന്നത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്നെ ഞാൻ ഒരിക്കലും കൈവിടാൻ പോകുന്നില്ല. നീ ഇവിടെ നിന്ന് പോവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. നീ ഇവിടെ വേണം, എൻ്റെ കൂടെ വേണം. എനിക്ക് ഒരു ഹെൽപ്പായിട്ട്, എൻ്റെ മകളായിട്ട്, എൻ്റെ സ്വന്തം മകളായിട്ട്, എൻ്റെ മകളെ പോലെയല്ല, എൻ്റെ മകളായിട്ട് തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. നിനക്ക് എന്നെ നിൻ്റെ അച്ഛനായിട്ട് തന്നെ കാണാം. നീ ഇവിടെ വേണം എന്ന് തന്നെ പറയണം. അത് സാർ എന്നൊക്കെ പറഞ്ഞ് അലീന എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇനി നിനക്ക് തീരുമാനിക്കാം ഇവിടെ നിന്ന് പോകണോ പോകണ്ടേ എന്നുള്ളത്. പക്ഷേ പോയി കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്ന ദുരന്തം വളരെ വലുതായിരിക്കും. നിൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് നീ പറഞ്ഞില്ലേ, നിൻ്റെ സഹോദരങ്ങൾ രക്ഷപ്പെടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെന്ന് നീ പറഞ്ഞില്ലേ. അവർ രക്ഷപ്പെടണമെങ്കിൽ നീ ഇവിടെ വേണം. കാരണം അവരുടെ അമ്മയ്ക്ക് അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ആഗ്രഹവുമില്ല. അവർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പോലും അവൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് അവർ രക്ഷപ്പെടണമെങ്കിൽ, അവരെ നേർവഴിക്ക് നടത്തണമെങ്കിൽ നീ ഇവിടെ തന്നെ വേണം. അതുകൊണ്ട് നീ ഇവിടുന്ന് പോകുന്ന കാര്യത്തെപ്പറ്റി വീണ്ടും ചിന്തിക്കണം എന്നൊക്കെ പറയണം. നീ ഇവിടെ നിന്ന് പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട്. അലീനയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞ് അലീനയ്ക്ക് ഒന്നും മറുപടി പറയാനില്ല കേട്ടോ. എല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കുക എന്നല്ലാതെ ഒന്നും മറുപടി ഇല്ല. അലീനയെ ചേർത്ത് പിടിക്കണം. പൊട്ടിക്കരയുന്ന അലീനയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ബാലചന്ദ്രൻ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോള് തന്നെയാണ് നീ ഇവിടെ നിന്ന് പോവരുത്, ഇതൊരു അച്ഛൻ്റെ അപേക്ഷയാണ് എന്ന് പറയണം. എന്നിട്ട് അങ്ങനെ അലീന അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിക്കരയണം. അതേസമയം അലീന മുകളിലേക്ക് പോയിട്ട് താഴേക്ക് ഇറങ്ങി വരാഞ്ഞിട്ട് ഇവർക്ക് ഭയങ്കര ഇതാട്ടോ. മനു ഉണ്ട് അവിടെ, വൈജയന്തി ഉണ്ട്, എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കാം അവർ അവിടെ സംസാരിക്കുന്നത് എന്നൊക്കെ ഓർത്തിട്ട് വൈജയന്തിക്ക് ഒരു വെപ്രാളമാണ്. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ അലീന റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. അങ്ങനെ അലീന ഇറങ്ങി വന്നിട്ട് നിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വൈജയന്തി വന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ എന്തിനാണ് നിന്നെ അങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അലീന ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കട്ടോ. അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, അത് സാറിൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ പറയാനായിട്ട്, മരുന്നിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വിളിച്ചതാണ് എന്ന് പറയുമ്പോൾ അതിന് ഇത്രയും സമയം എടുക്കണോ എന്നൊക്കെ ചോദിച്ച് വീണ്ടും ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് അലീന എന്തോ തക്ക നല്ല മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അലീനയ്ക്ക് വലിയ മറുപടി ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ഈ കേട്ട ഒരു ഷോക്കിൽ അലീന ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അലീന നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് മനു അതേപോലെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്താ പറഞ്ഞത് അലീന എന്ന് ചോദിക്കുമ്പോൾ, അത് മനുവേട്ട പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അങ്കിൾ എന്തോ കാര്യമായിട്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് നിൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും. പക്ഷേ നീ എന്നോട് അത് പറയണ്ട. പക്ഷേ അങ്കിളിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് എന്നുള്ളത് നിനക്കറിയാമെന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇല്ല മനുവേട്ട എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പം, ശരി അങ്ങനെ ഇരിക്കട്ടെ, എന്താണെങ്കിലും എപ്പോഴാണെങ്കിലും അങ്കിൾ തന്നെ അല്ലെങ്കിൽ നീ തന്നെ എന്നോട് അത് പറയുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. അതുവരെ ഞാൻ കാത്തിരുന്നോളാം എന്ന് പറയുന്നുണ്ട്. എന്താ മോനെ, എന്താ മനു എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറഞ്ഞ് മനു പോവാട്ടോ. എന്നാൽ മുത്തശ്ശി ഞാൻ പോവാണ്, എനിക്കൊരു അർജൻറ്റ് കോള് വന്നായിരുന്നു, എനിക്ക് കുറച്ച് ജോലിയുണ്ട് അതുകൊണ്ട് പോവാമെന്നും പറഞ്ഞിട്ട് മനു പിന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ
മനു പോവാണ്. പിന്നീട് അങ്ങനെ മുത്തശ്ശിയുടെ കാര്യങ്ങളും ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ അലീന നോക്കണമല്ലോ. അപ്പോൾ എന്താണെങ്കിലും അലീനയെ സ്വന്തം മകളായിട്ട് അംഗീകരിച്ചേക്കാണ്. അങ്ങനെ പിന്നീട് വൈജയന്തി അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ പോകുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് പറയണം. സാർ എന്നോട് ഇവിടെ നിന്ന് പോവണ്ട എന്നല്ലേ പറഞ്ഞത്, മാഡം കേട്ടില്ലേ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ കിച്ചണിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ മാഡം കേട്ടില്ല, എന്നോട് സാറ് പോകണ്ടെന്ന് പറഞ്ഞത്, ഇനി എനിക്ക് എങ്ങനെ പോകാൻ പറ്റുമെന്ന് പറയുമ്പോൾ, നിന്നോട് ഇപ്പം ഞാനാ പറയുന്നത്, നീ ഇന്ന് ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറയുമ്പോൾ, ഞാനില്ല പോകുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല, സാറ് പറഞ്ഞാലേ ഞാൻ ഇനി ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് പറയണ അലീന. അത് വൈജയന്തിക്ക് രണ്ടാമത്തെ ഒരു തിരിച്ചടി കിട്ടുകയാണ്. ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് കിട്ടി, ഇപ്പോൾ അലീനയുടെ കയ്യിൽ നിന്ന് കിട്ടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ നല്ല അതായത് സംഭവ ബഹുലമായിട്ടുള്ള സ്റ്റോറിയാണ്, എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡ്. അപ്പോൾ എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.